Good girls don't create history. Bold girls do. എന്ന് പ്രിയങ്ക ചോപ്ര പറഞ്ഞപ്പോൾ ലോകത്തുള്ളവരെങ്ങനെയാണ് അത് കണ്ടതെന്ന് എനിക്കറിയില്ല. പക്ഷേ ശരിയാണ്, ബോൾഡായിട്ടുള്ളവരുടേതാണ് ലോകം എന്ന് പണ്ട് തൊട്ട് വിശ്വസിച്ച ഒരാൾ എന്ന നിലയിൽ ഐ വാസ് ലൈക്ക് വാവ് യാ, ഈ ലോകം ബോൾഡായിട്ടുള്ള ആളുകളുടേതാണ്. എവറി ഫാമിലി ഹാസ് ഗോട്ട് ദാറ്റ് ഓവർ അച്ചീവിങ്, ഇൻ്റലിജൻറ്റ്, ഒബീഡിയൻറ്റ്, ഗോൾഡൻ ചൈൽഡ്. ഇയാളുടെ ജനനത്തോടു കൂടി, അയാളുടെ വളർച്ചയോടുകൂടി ഏതൊരു ഫാമിലിക്കും മനസ്സിലാവും ഇനി നമ്മുടെ കാര്യങ്ങളൊക്കെ ഓക്കെയാണ്, ഇതാണ് നമ്മൾ കാത്തിരുന്ന ആ ഒരു കുട്ടിയെന്ന്. ഇറ്റ് കുഡ് ബി യു, യുവർ സിബ്ലിംഗ്, വൺ ഓഫ് യുവർ കസിൻസ്, അങ്ങനെ ആരെങ്കിലുമൊക്കെ. എന്തായാലും എൻ്റെ കേസിൽ, എൻ്റെ വീട്ടിൽ ഞാനായിരുന്നില്ല, അതെൻ്റെ അനിയനായിരുന്നു. എന്ന് മാത്രമല്ല, ഞാൻ ചെറുതായിരുന്ന കാലത്ത് അത്രയും എന്നെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത് എപ്പോഴും തർക്കുത്തരം പറയുന്ന ഒരു വായാടി കൊച്ച്. വലുതായി വന്ന സമയത്ത് അതിന് കുറച്ച് മാറ്റങ്ങൾ വന്നു. തൻ്റേടി, അഹങ്കാരി, താൻ തോന്നി, കേമി, ഇങ്ങനെയൊക്കെയാണ് ആളുകൾ എന്നെക്കുറിച്ച് കരുതിക്കൊണ്ടിരുന്നതെങ്കിലും ഞാൻ എന്നെക്കുറിച്ച് സ്വയമായിട്ട് കരുതുന്നത് ഫിയേഴ്സ്ലി ഇൻഡിപെൻഡൻ്റ് ആയ, എക്സ്ട്രീംലി കോൺഫിഡൻ്റ് ആയ, കാണ്ടാമൃഗത്തിൻ്റെ തൊലിക്കട്ടിയുള്ള, നോ നോൺസെൻസ് ആറ്റിറ്റ്യൂഡുള്ള ഒരാളായിട്ടാണ്. ഗുഡ് ഈവനിങ് എവ്രി വൺ. താങ്ക് യു. My name is Renu Joseph. I'm an entrepreneur, I'm an interviewer, a sports presenter, corporate and an RJ. ഇതിനെല്ലാം ഉപരി ഞാൻ വളരെ സന്തോഷമുള്ള, കണ്ടൻ്റ് ആയിട്ടുള്ള ഒരാളാണ്. ഇപ്പോൾ നിങ്ങൾ ഉറങ്ങാൻ എന്നെ കിടത്തിയ 5 മിനിറ്റ് കൊണ്ട് ഉറങ്ങാനുള്ള സമാധാനവും സ്വസ്ഥതയും എൻ്റെ ജീവിതത്തിലുണ്ട്. ഇതിനൊരൊറ്റ കാരണമേ ഉള്ളൂ, എൻ്റെ ജീവിതം മുഴുവൻ ഞാൻ പിന്തുടർന്ന ഒരൊറ്റ റൂൾ: മൈ ലൈഫ് മൈ ചോയ്സ്. അത് വളരെ ചെറുപ്പത്തിൽ തൊട്ട് ഞാൻ എടുത്തൊരു തീരുമാനമാണ്. എളുപ്പമായിരുന്നില്ല എങ്കിലും. അപ്പോൾ എൻ്റെ ആ തീരുമാനങ്ങളെക്കുറിച്ച് പറയുന്നതിന് മുന്നേ എൻ്റെ ജീവിതത്തിനെക്കുറിച്ച് വളരെ ചെറിയതായിട്ട് പറയാൻ ഞാൻ ശ്രമിക്കാം. 3-ാമത്തെ വയസ്സിലാണ് ഞാൻ ആദ്യമായിട്ട് സ്റ്റേജിൽ കയറുന്നത്. എനിക്ക് ഓർമ്മയുണ്ട്, ഞങ്ങളുടെ പള്ളിയുടെ പരിപാടിയായിരുന്നു ആക്ഷൻ സോങ്ങും പ്രസംഗവും. ആദ്യം പ്രസംഗം, പിന്നീട് ആക്ഷൻ സോങ്. ആ സ്റ്റേജിൽ കയറി നിന്ന നിപ്പിൽ എനിക്ക് ഒരു കാര്യം മനസ്സിലായി: ഇതാണ് എൻ്റെ വഴി. ആളുകളൊക്കെ നോക്കുന്നു, കൈയടിക്കുന്നു. അത് കഴിഞ്ഞ് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് കൊച്ചെന്നെ മിടിക്കുക എന്ന് പറയുന്നു. ഞാൻ തീരുമാനിച്ചു, യെസ്, ജീവിതത്തിൽ ഇനി ഒരു പോക്കുണ്ടെങ്കിൽ സ്റ്റേജിലേ ഉള്ളെന്ന്. ഈ ആക്ഷൻ സോങ്ങിൽ നിന്ന് ഞാൻ മോണോ ആക്ടിലേക്ക് എത്തി. കുറച്ച് കഴിയുമ്പോൾ ഒരു സ്റ്റാൻഡപ്പ് കൊമേഡിയനായിട്ട് നിങ്ങൾക്ക് തോന്നി തുടങ്ങും എൻ്റെ വർത്തമാനം പോകുമ്പോൾ. അതിനുശേഷം ഡ്രാമ, ഡാൻസ്, അങ്ങനെ പലവിധ പരിപാടികളായിട്ട് പിന്നെ സ്റ്റേജിൽ നിന്ന് ഞാൻ ഇറങ്ങിയിട്ടില്ല. ഇൻഫാക്ട് ഞാൻ സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നത് തന്നെ യൂത്ത് ഫെസ്റ്റിവൽസിൽ പങ്കെടുക്കാൻ വേണ്ടി മാത്രമാണ്. യൂത്ത് ഫെസ്റ്റിവൽ തീരുമ്പോൾ മാത്സ് ഫെയർ വരും. അപ്പോൾ പിന്നെ അതിന് സ്റ്റേറ്റ് ലെവൽ വരെ ഞാൻ പോയി മത്സരിക്കുമായിരുന്നു. അപ്പം പൊതുവെ ഈ ഒരു വഴി, അപ്പോൾ ആ ഒരു അപ്രീസിയേഷൻ ചെയ്യുന്ന കാര്യത്തിലുപരി അന്നൊക്കെ എനിക്ക് ആ ഒരു അപ്രീസിയേഷനോട് ഭയങ്കര ഇഷ്ടമായിരുന്നു. അങ്ങനെ 6-ാം ക്ലാസ്സിൽ വെച്ചിട്ടാണ് ഞാനൊരു കാര്യം മനസ്സിലാക്കുന്നത്. എൻ്റെ കരിയർ ഞാൻ കണ്ടുപിടിച്ചു, ഫ്യൂച്ചർ ഞാൻ എന്താവണമെന്ന് ഞാൻ തീരുമാനിച്ചു. ഞാൻ എൻ്റെ അമ്മയുടെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, അമ്മ, എനിക്ക് സിനിമാ നടി ആയാൽ മതി. അപ്പോൾ തന്നെ എൻ്റെ അമ്മ ബ്രൂട്ടലി ഓണസ്റ്റ് കേട്ടോ, ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞു, മോളെ, സിനിമാ നടി നിനക്ക് പറ്റത്തില്ല. അതായത് മാക്സിമം ഒരു നാടക നടി, കാരണം ഓവർ ആക്ടിങ് ആണ് 1. 2, ഈ സിനിമാ നടിമാരെയൊക്കെ മോള് കണ്ടിട്ടില്ലേ, ചിരിച്ചാലും കരഞ്ഞാലും ഭയങ്കര ശേല കാണാൻ. അപ്പം അമ്മ എന്നെ നോക്കാതെ അമ്മ പറഞ്ഞു, നിൻ്റെ ഈ സൗന്ദര്യം വെച്ചോണ്ട് നിന്നെ കൊണ്ട് അത് പറ്റത്തില്ല. കുറ്റം പറയാൻ പറ്റില്ല, അന്നത്തെ കോലം ഭയങ്കര മോശമായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്ക് ലുക്ക് കൊണ്ട് പറ്റത്തില്ല, അഭിനയിക്കാനും പറ്റത്തില്ല, ഒതുക്കി അഭിനയം പറ്റത്തില്ല. അപ്പം ഒരു 8-ാം ക്ലാസ്, കാരണം നമുക്ക് അടങ്ങാത്ത ആഗ്രഹം TV ആണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, അമ്മ, എനിക്ക് ന്യൂസ് റീഡറായാൽ മതി, നടിയാവണ്ട. അപ്പം അമ്മ പറഞ്ഞു, മോളെ, ന്യൂസ് റീഡർ എന്നൊക്കെ പറഞ്ഞാൽ ചുറ്റും നടക്കുന്ന കാര്യത്തെക്കുറിച്ച് നല്ല അറിവ് വേണം. ആരെങ്കിലും ഇങ്ങോട്ട് ചോദിച്ചാൽ അപ്പം നീ ഈ പറയണ പോലെ തർക്കുത്തരം പറഞ്ഞുകൊണ്ട് കാര്യമില്ല, കാര്യം പറയണം. അപ്പം അതായത് കൂമ്പിലെ വാട്ടി എന്ന് പറയണ പോലെ അമ്മ പറഞ്ഞ് നടക്കത്തില്ല. പിന്നെ അതിലുപരി 5-ാം ക്ലാസ് തൊട്ട് എൻ്റെ അപ്പം പറഞ്ഞിട്ടുണ്ട്, MA കോളേജ് കോതമംഗലത്ത് സീറ്റ് മേടിച്ചിട്ടേക്കുവാ, അതുകൊണ്ട് നീ അവിടെ എഞ്ചിനീയറിംഗ് പഠിച്ചാൽ മതിയെന്ന്. എന്തായാലും ഇവരൊക്കെ ഇത് പറഞ്ഞെങ്കിലും നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, അപ്പൻ ഇത് പറയുമ്പോൾ മാത്സിന് എൻ്റെ മാർക്ക് പുറത്തു പറയാൻ കൊള്ളൂല. അതിൻ്റെ കൂടെ അപ്പന് ഞാൻ ഡോക്ടറാവണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ബയോളജിയുടെ എനിക്ക് ആ പരീക്ഷയൊക്കെ എങ്ങനെയാണ് ഞാൻ എഴുതിയതെന്ന് എനിക്ക് അറിയാൻ മേല. യൂത്ത് ഫെസ്റ്റിവലിൽ വിടത്തില്ല എന്ന് അമ്മ പറഞ്ഞ് പേടിച്ചിട്ടാണ് ഞാൻ പരീക്ഷയൊക്കെ കഷ്ടപ്പെട്ട് പഠിച്ചെഴുതിക്കൊണ്ടിരുന്നത്. 90 മാർക്കിൽ കുറഞ്ഞാൽ, അമ്മ ഒരു ടീച്ചറായിരുന്നു, അമ്മ അടുത്ത സെൻറ്റൻസ് മാനിപ്പുലേഷൻ അടിക്കില്ല. കൊച്ചിന് പഠിക്കാൻ സമയം കിട്ടുന്നില്ല, യൂത്ത് ഫെസ്റ്റിവൽ ഒഴിവാക്കിയേക്കാന്നു, പിന്നെ ചത്തുപടുത്തമാണ്. എന്തായാലും ഇതൊക്കെയായിരുന്നു ഇവരുടെ പ്ലാൻസ്. പക്ഷേ എൻ്റെ പ്ലാൻസ് വേറെയായിരുന്നു. ലോങ് സ്റ്റോറി ഷോർട്ട്, ഞാൻ സെൻറ്റ് തെരേസസ് കോളേജിലെത്തുന്നു.
ഈ സെൻറ് തെരേസാസ് കോളേജിൽ നമ്മൾ എത്തുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഡോക്ടേഴ്സായിട്ട് മനസ്സിലാവില്ല, എനിക്കറിയില്ല. എന്നെക്കുറിച്ച് പറഞ്ഞാൽ സ്വർഗത്തിലെത്തിയ പോലെയാണ്. പൂർണിമ ഇന്ദ്രജിത്ത്, ദിവ്യ ഉണ്ണി ഇവരൊക്കെ എൻ്റെ സീനിയേഴ്സായിട്ട് അവിടെ പഠിച്ചിട്ടുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഒരുപാട് നടിമാർ പഠിച്ച കോളേജ്. ഞാൻ ചെല്ലുമ്പോൾ സൂപ്പർ സീനിയറായിട്ട് രഞ്ജിനി ഹരിദാസ്, രഞ്ജിനി ജോസ്, രമ്യ, നമ്പീശൻ, സമൃദ്ധ, സുനിൽ. ആഹാ, നടിയാവാൻ എന്നെ കൊണ്ട് പറ്റില്ലെങ്കിലും എൻ്റെ ചുറ്റും ഞാൻ ആഗ്രഹിച്ച ലോകം അവിടെ നടന്നുകൊണ്ടിരിക്കുക. പക്ഷേ എൻ്റെ കണ്ണുടക്കിയതിലൊന്നുമല്ല എൻ്റെ ക്ലാസ്സിലെ അന്ന ഹലോ ഗുഡ് ഈവനിങ് എന്ന് പറയുന്ന പ്രോഗ്രാം ടി വിയിൽ ചെയ്തുകൊണ്ടിരിക്കുക. പണ്ട് എനിക്കൊരു പ്രത്യേകതയുണ്ട്. ഇപ്പോൾ ശോഭനയാണേലും ഉർവശിയാണേലും അന്നയാണേലും എനിക്ക് അസൂയയില്ല. എൻ്റെ ചോദ്യം നേരെ തിരിച്ചാ. അവർക്ക് പറ്റുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് എനിക്ക് പറ്റുന്നില്ല? അന്ന നന്നായി സംസാരിക്കും, ഞാൻ നന്നായി സംസാരിക്കുമല്ലോ, എന്തുകൊണ്ട് എനിക്ക് ഈ അവസരം കിട്ടുന്നില്ല? 3 കൊല്ലം ഈ ചിന്തയാ എൻ്റെ ചോദ്യം എൻ്റെ മനസ്സിൽ. എന്നെ വിളിക്കുന്നില്ല, ചോദിക്കാനൊരു മടി. അതിനിടയിൽ അന്നയുടെ കല്യാണം നേരത്തെ കഴിയുന്നു, അന്ന പ്രസവിക്കുന്നു, അന്നയുടെ കുഞ്ഞു അവയെ കാണാൻ ഞാൻ ചെല്ലുന്നു. പിള്ളേരെ പണ്ടും ഇഷ്ടമാണ്, അതിൻ്റെ ഒരു ഗുണം അന്നുണ്ടായേ. ഞാൻ ചെന്ന് അന്നയുടെ കൊച്ചിന് സമ്മാനമൊക്കെ കൊടുത്തിരിക്കുമ്പം പിന്നെ കൗതുകലേശം കൂടുതലാണ്. അപ്പോൾ ഈ ജോലി അന്ന വിടേണ്ട വന്നു എന്ന് എനിക്ക് മനസ്സിലായി. എനിക്ക് ഈ കല്യാണം കഴിഞ്ഞു കൊച്ചുണ്ടായെന്ന് പറഞ്ഞ് ജോലി വിടണം എനിക്ക് സഹിക്കാൻ മേല. അപ്പോൾ ഞാൻ അന്നയുടെ അടുത്ത് ചോദിച്ചു, അല്ല അപ്പോൾ നീ പോന്നപ്പോൾ നിൻ്റെ ജോലി, നമ്മുടെ ഉള്ളിൽ എടി ഭാഗ്യവതി ഇത്രയും നല്ല ജോലി കിട്ടിയിട്ട് അവൾ പ്രസവമായിട്ട് നടക്കുവാന്നൊക്കെയാണ് ഞാൻ അപ്പോൾ വിചാരിക്കണേ, എനിക്കും പ്രായമില്ല. അപ്പോൾ അവൾ പറഞ്ഞു, എൻ്റെ ജോലി ഇപ്പോൾ അവർ ആളെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയെന്ന്. 1000 ലഡുവാണ് എൻ്റെ മനസ്സിൽ പൊട്ടിയേ. ആളെ അന്വേഷിക്കുന്നോ? ഞാൻ ചെയ്യട്ടെ? എൻ്റെ ഉള്ളിൽ പ്ലീസ് അന്ന. അപ്പം അന്ന പറഞ്ഞു പ്രൊഡ്യൂസറുടെ നമ്പർ തരാം. ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ. എനിക്ക് തുള്ളിച്ചാടണമെന്നാണ്, പക്ഷെ എങ്ങനെ ഒരു വീട്ടിൽ കിടന്ന് അങ്ങനെയൊക്കെ ചെയ്യും. അവിടെ നിന്ന് ഇറങ്ങുന്നു, വണ്ടി കയറുന്നു, ഡ്രൈവറോട് പറയുന്നു വിട്. ആ വിളിയിൽ എന്നെ വിളിച്ചിട്ട് പ്രൊഡ്യൂസർ അങ്ങനെ സ്ക്രീൻ ടെസ്റ്റ് പിറ്റേ ദിവസം, അതിൻ്റെ പിറ്റേ ദിവസം ഷോ. ഞാൻ ഹലോ ഗുഡ് ഈവനിങ് ചെയ്യുവാണ്. അതായത് ഇതുവരെ വിചാരിക്കാത്ത ഞാൻ ഹലോ ഗുഡ് ഈവനിങ് കയറി എനിക്ക് പിന്നെ തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. അവിടെ നിന്ന് ഞാൻ മാതൃഭൂമിയുടെ റേഡിയോ, മാതൃഭൂമി, മനോരമ, ക്ലബ് എഫും മാംഗോയും ഒരുമിച്ച് എനിക്ക് ഓഫർ തന്നു. ഞാൻ അതിൽ നിന്ന് ക്ലബ് എഫ് തിരഞ്ഞെടുത്തു. അതിനുശേഷം ഞാൻ ടി വിയിലേക്ക് വീണ്ടും കപ്പ ടി വിയിലേക്ക് വരുന്നു. റേഡിയോയിൽ ഞാൻ ലവ് ബൈറ്റ്സ് എന്ന് പറയുന്ന ഷോയാണ് ചെയ്തത്, ഇൻസ്റ്റൻറ്റ് ഹിറ്റ്. കപ്പ ടി വിയിൽ ഞാൻ ലവ് ബൈറ്റ്സ് രണ്ടാമത് വീഡിയോ പ്രസൻറ്റേഷനിൽ ചെയ്തപ്പോൾ അതിലേറെ ഹിറ്റ്, സന്തോഷം മാത്രം. ഇങ്ങനെ പോയിക്കൊണ്ടിരുന്ന സമയത്ത് 2018 ഐ തിങ്ക് എൻ്റെ പീക്ക് ഓഫ് മൈ കരിയറിലോ മറ്റോ ഞാൻ നിൽക്കുന്ന പോലെ ഇൻഡസ്ട്രിയിലെ ഏറ്റവും പെയ്ഡ് ആയിട്ടുള്ള RJ ആ സമയത്ത് ഞാനാണ്. കാരണം നമുക്ക് എല്ലാവരുടെയും കാശ് അറിയാമല്ലോ, നമ്മൾ പേശുമല്ലോ. അപ്പോൾ ആ സമയത്ത് എനിക്കറിയാം ഐ എം ബെസ്റ്റ് പെയ്ഡ്. സന്തോഷം, സമാധാനം, ഇന്നത്തെ പോലെ കണ്ടൻറ്റ്മെൻറ്റുമായിട്ട് നിൽക്കുന്ന സമയത്താണ് ഇടുത്തി പോലെ എൻ്റെ കെട്ടിയോൻ എന്നോട് പറയുന്നത്, പുള്ളി PhD ചെയ്യുമായിരുന്നു ന്യൂസിലൻഡിൽ. 1 വർഷം ഞാൻ തന്നെ നിന്നു, ഇനിയുള്ള 4 കൊല്ലം താനും കൂടി വരണമെന്ന്. ഞാൻ ഇവിടെ സന്തോഷമായിട്ട് എൻ്റെ സ്വപ്നം ജീവിക്കണം ഞാനോ? പക്ഷേ എനിക്ക് ആ ഡിസിഷൻ എടുക്കേണ്ടി വന്നു. മോനെന്ന് 6-7 വയസ്സുണ്ട്. അപ്പോൾ അവനെ തന്നെ നോക്കൽ എനിക്കിഷ്ടമല്ല. കല്യാണം കഴിച്ചതൊക്കെ ഉണ്ട്, കൊച്ചൊക്കെ ഉണ്ട്, അപ്പനും അമ്മയും കൂടെ നോക്കണം എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡാണ് എൻ്റെ. 5 കൊല്ലമൊന്നും മാറിയിരിക്കാൻ പറ്റത്തില്ല. ന്യൂസിലൻഡിലേക്ക് പോകുന്നു. പക്ഷേ ഞാൻ തളർന്നില്ല. അവിടെ ചെന്ന് ഞാൻ അവിടെ യൂണിവേഴ്സിറ്റി ഓഫ് ഓക്ലൻഡിൽ എനിക്ക് ചെന്ന ഉടനെ ജോലി കിട്ടുന്നു. അതിങ്ങനെ 4 കൊല്ലം പോകുമ്പോഴും എൻ്റെ മനസ്സ് ഉള്ളിലെ തീ എന്താണ്? നടിയായില്ല, TV ന്യൂസ് റീഡർ ആയില്ല, അറ്റ്ലീസ്റ്റ് കിട്ടിയതെങ്കിലും ഞാൻ ഓടിക്കണമല്ലോ. അവിടെ വെച്ച് പക്ഷേ ഈ കോവിഡൊക്കെ വന്ന സമയത്ത് പേടിച്ചു പോയി. ഞാൻ വിചാരിച്ചു കോവിഡൊക്കെ വന്നു, എല്ലാവരും മരിച്ചുപോയി, ഞാനും ചിലപ്പോൾ മരിച്ചുപോയി എന്തെങ്കിലും കാര്യം എൻ്റെ ജീവിതത്തിൽ ചെയ്യാനായിട്ട് ബാക്കിയുണ്ടോയെന്ന്. അങ്ങനെ ഞാൻ ആലോചിച്ചപ്പോഴാണ് ഞാൻ ISL ഫസ്റ്റ് സീസൺ തൊട്ട് കാണും. അപ്പോൾ ഈ കാണുമ്പോഴേക്കും എനിക്ക് സ്പോർട്സ് അറിയാം. എൻ്റെ അമ്മ തൊട്ട് ഫുട്ബോൾ കാണുന്നതുകൊണ്ട് എനിക്ക് ഫുട്ബോൾ ഭയങ്കര ഇഷ്ടമാണ്, ക്രിക്കറ്റും ഇഷ്ടമാണ്. പിന്നെ ഇന്ത്യ നിരന്തരമായി തോറ്റ കാലത്ത് ഞാൻ കണ്ടില്ല, പക്ഷെ ധോണി വേൾഡ് കപ്പ് കൊണ്ടുവന്നപ്പോൾ തൊട്ട് ഞാൻ വീണ്ടും കണ്ടു തുടങ്ങിയായിരുന്നു. അപ്പോൾ ഈ രണ്ടും എനിക്കറിയാം. സ്പോർട്സ് പ്രസൻറ്റേഷനാണ് എൻ്റെ ഒരു ഫീൽഡ്, എനിക്കിഷ്ടം. ആരും വിളിക്കണില്ല. ISLൻ്റെ ആദ്യത്തെ സീസൺ തൊട്ട് 2018 വരെ ഒരു മനുഷ്യനെ എന്നെ വിളിച്ചിട്ടില്ല. രഞ്ജിനി ഹരിദാസൊക്കെ ഇരുന്ന് കഴിയുമ്പോൾ ഞാൻ ആലോചിക്കണ്ടേ, എനിക്കിതിൽ നന്നായിട്ടൊക്കെ സ്പോർട്സ് അറിയാം, പക്ഷെ എന്നെ ആരും വിളിക്കണില്ല, ഞാൻ എന്നെ ആരും കാണുന്നില്ലേ, സ്വയം എന്താ എനിക്ക് കിട്ടാത്തത്. അപ്പോഴും ചോദിക്കാൻ എനിക്ക് അറിയത്തില്ല ആരോട് ചോദിക്കണം എന്നൊക്കെ, അതൊരു വശം. പിന്നെ എൻ്റെ ഈ റേഡിയോ ഷോ ചെയ്യുമ്പോഴും എൻ്റെ ആഗ്രഹം ഇൻ്റർവ്യൂസാണ്. എനിക്കെതിരെ ഇരിക്കുന്നയാളുടെ വികാരങ്ങൾ പെട്ടെന്ന് മനസ്സിലാവും. ഞാനൊരു കോൺവെർസേഷൻ പറയുമ്പോൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഇല്ല എന്നുള്ളത് സെക്കൻഡുകൾ കൊണ്ട് എനിക്ക് മനസ്സിലാവും. എനിക്ക് ആ കോൺവെർസേഷൻ മാറ്റാനോ എൻഡ് ചെയ്യാനോ എനിക്കതിന് ഭയങ്കര കഴിവാണ്. സോ പേഴ്സണൽ ഇൻറ്റൻസ് ഇൻ്റർവ്യൂസ്, അതും സ്വപ്നത്തിന് ലിമിറ്റ് ഇല്ലല്ലോ, ഓപ്ര വിൻഫ്രീയുടെ പോലെ ഇൻ്റർവ്യൂസ് ചെയ്യണം എന്നാണ് എൻ്റെ ഒരാഗ്രഹം. മരിക്കാൻ പോവാണല്ലോ, സ്വപ്നം കാണണമല്ലോ. 2, എനിക്ക് മയന്തി ലാംഗറിൻ്റെയും മന്ദിര ബേദിയുടെയും പോലെ സ്പോർട്സ് പ്രസൻറ്റേഷൻ ചെയ്യണം. അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ മന്ദിര ബേദി ആദ്യം തന്നെ ഇങ്ങനെ തിൻ സ്ട്രാപ്പ്, നൂഡിൽ സ്ട്രാപ്പ് ബ്ലൗസും സാരി ഇട്ട് കൊടുത്ത് TV യിലിരുന്ന് ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്, ഇതാണ് ഞാൻ ആഗ്രഹിക്കുന്ന എൻ്റെ ലോകം. അപ്പോൾ കോവിഡ് കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും ഇതിലോട്ട് എത്തണം എന്നൊക്കെയാണ് ഞാൻ വിചാരിക്കുന്നത്. എന്തായാലും ഞാൻ ന്യൂസിലൻഡിൽ നിന്ന് തിരിച്ചു വന്നു.
ആ വർഷം ഫിഫ വേൾഡ് കപ്പ് ഞാൻ ചെയ്യുന്നു. ഞാൻ മയന്തി ലാങ്കറിൻ്റെ പോലെ അവർ ഇംഗ്ലീഷ് ചെയ്തപ്പോൾ ഞാൻ മലയാളത്തിൽ IPL 3 വർഷമായിട്ട് ചെയ്യുന്നു. ഞാൻ മന്ദിര വേദിയുടെ കൂടെ സൂപ്പർ ലീഗ് കേരള സീസൺ 1 ലോഞ്ച് ചെയ്തു. സോ വി വർ ഇൻ ദി സെയിം സ്റ്റേജ് ആൻഡ് ഐ ടോൾഡ് ഹർ ലൈക്ക് ഐ വാണ്ടഡ് ടു ബി ലൈക്ക് യു, നൗ ഐ ആം വിത്ത് യു. എല്ലാം കഴിഞ്ഞു. നെക്സ്റ്റ് ഫിഫയുടെ കോൺട്രാക്ട് എൻ്റെ കയ്യിലുണ്ട്, നെക്സ്റ്റ് IPLൻ്റെ കോൺട്രാക്ട് ഉണ്ട്. ഇതൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ സന്തോഷമായിട്ട് ഒറ്റ നോട്ടത്തിൽ നോക്കിയ അടിപൊളി ലൈഫ്. ഇതിലെവിടെയാണ് സ്ട്രഗിൾ? ഇതിലെവിടെയാണ് ഒഴുക്കിനെതിരെ നീന്തൽ? കഴിഞ്ഞ ദിവസം ഞാൻ ഇവിടെ ടെഡെക്സിൽ ഞാൻ പുഷ്പഗിരിയിലേക്ക് പോവുകയാണ് എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ വീട്ടിലെല്ലാവരും ബയോളജിയുടെ മാർക്ക് അവർക്ക് അറിയുമോ? ഞാൻ പറഞ്ഞു അതിനല്ല പോണേ, ഞാൻ ഇവിടെ എൻ്റെ ഒഴുക്കിനെതിരെയുള്ള നീന്തലിനെ കുറിച്ച് പറയാനാണ് പോണേ. അപ്പോൾ ഉടനെ എന്നെ ചെറുപ്പം തൊട്ട് കണ്ട എൻ്റെ അങ്കിൾ ചോദിക്കുക, നീ എവിടെ ഒഴുക്കിനെതിരെ നീന്തി? സെയിം സെൻറ്റൻസ്, ഇതിന് സിമിലർ ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ കേൾക്കാറുണ്ട്. യു സോ ലക്കി, യു ബോൺ ടാലൻറ്റഡ്, യു മാരിഡ് വെൽ, യു ഗോട്ട് എ ഗുഡ് ഫാമിലി സപ്പോർട്ട്. നിനക്ക് എങ്ങനെ എഴുത്താൻ എന്തായാലും പറ്റും, ഇങ്ങനെയൊക്കെ പ്രിവിലേജ്ഡ് ആയിട്ട് ജനിച്ച് വളർത്തി കഴിഞ്ഞാൽ എല്ലാവർക്കും പറ്റുമെന്ന്. അവിടെയാണ് സുഹൃത്തുക്കളെ എനിക്ക് അങ്ങനെയല്ല കാര്യങ്ങളത് പറയാനുള്ളത്. ജനനം ഒന്നും ചെയ്യാൻ പറ്റില്ല, ശരിയായിരുന്നു, കറക്റ്റൊക്കെ ജനിച്ചു. പക്ഷേ ഒഴുക്കിനെതിരെ ഏറ്റവും ആദ്യം നീന്തേണ്ട വന്നത് 10ാം ക്ലാസ് കഴിഞ്ഞ് 12 എത്തിയ സമയത്താണ്. ഞാൻ പറഞ്ഞല്ലോ, കോതമംഗലത്ത് പഠിച്ചാൽ MA കോളേജിൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ മെഡിസിൻ, 2 വഴികളാണ് എൻ്റെ വീട്ടിലുള്ളൂ. മെഡിസിൻ പണ്ടേ എനിക്കറിയാം, എന്നെ കൊണ്ട് പറ്റത്തില്ല. പക്ഷെ ഇപ്പം ഞാൻ ആരോഗ്യം എന്ന് പറയുന്ന ചാനലിൽ ഡോക്ടേഴ്സ് ഇൻ്റർവ്യൂ ഒക്കെ ചെയ്യുന്ന സമയത്ത് ഞാൻ പഠിക്കുന്ന ടേംസ് അന്ന് പഠിച്ച SSLC റാങ്കാണ് എനിക്ക്. എന്നിട്ട് അത് കഴിഞ്ഞ് അപ്പൻ പറഞ്ഞു +2 കഴിഞ്ഞ് എന്തായാലും എഞ്ചിനീയറിംഗിന് അഡ്മിഷൻ മേടിച്ചു എന്ന് ഞാൻ മനസ്സിലാക്കി. ഞാൻ എഴുതുമോ? കേരള എൻട്രൻസിൻ്റെ ആദ്യത്തെ ദിവസം കഴിഞ്ഞ് തിരിച്ചു വന്ന് ഞാൻ പറഞ്ഞു ഈ കൈ ഇങ്ങനെ അനങ്ങുന്നില്ല എന്ന്. ആശുപത്രി പോയി ഡോക്ടറെ കൊണ്ട് പ്ലാസ്റ്റർ ഇടിച്ച് വന്നിട്ടിരുന്നു. അപ്പോൾ 2ാമത്തെ ദിവസം എഴുതേണ്ട വന്നില്ല, പേടി. കഷ്ടകാലത്തിന് എഴുതി, റാങ്ക് എങ്ങാനും കിട്ടി. ഇനി കിട്ടിയില്ലല്ലോ, അപ്പം കാശ് കൊടുത്ത് മേടിക്കും സീറ്റ്, പറഞ്ഞു വെച്ചേക്കുവാ. ഞാൻ എഴുതൂല എൻട്രൻസ്. പിന്നത്തെ ആഴ്ച കുസാറ്റ് വന്നു, കുസാറ്റ് ഞാൻ എഴുതും, കാരണം ആകെ ഇത്ര സീറ്റ് എനിക്ക് കിട്ടൂല. അപ്പോൾ ഞാൻ ധൈര്യമായിട്ട് പോയി കേരള എൻട്രൻസ് എഴുതി. ഞാൻ വരണു എൻട്രൻസിന്, നെഹി എഴുതാത്തവർക്ക് കിട്ടില്ല അഡ്മിഷൻ. അത് കഴിഞ്ഞ് സെൻറ്റ് തെരേസസ് കോളേജിൽ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് ഞാൻ കണ്ടുപിടിച്ച് അവിടെ ചെന്ന്, നല്ല ബാക്കിയില്ലാത്തൊരു മാർക്കുണ്ട്, ഇംഗ്ലീഷിനൊക്കെ മാർക്കുള്ളതുകൊണ്ട് അവിടെ കിട്ടി. കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷിന് 1 മാസം പോയപ്പോൾ കുസാറ്റിൽ നിന്ന് ലെറ്റർ, കമ്പ്യൂട്ടർ സയൻസ് സീറ്റ് രേണുവിന് കിട്ടിയിട്ടുണ്ട്, വന്ന് ജോയിൻ ചെയ്യണമെന്ന്. ഞാൻ സെൻറ്റ് തെരേസസ് കോളേജിലെ സ്വർഗത്തിൽ നിൽക്കുന്ന ഞാൻ വീട്ടിൽ വരാൻ പറ്റുന്നില്ല. അപ്പൻ്റെ പ്രഷർ, അമ്മയുടെ പ്രഷർ. കൊച്ചൊന്നും കൂടെ ഒന്ന് ആലോചിച്ചേ, നല്ലൊരു ജോലി കിട്ടണ്ടേ, നല്ല കല്യാണം നടക്കണ്ടേ, ഇങ്ങനെയാണോ മറ്റേതാ മറിച്ചതാ, ഒരു രക്ഷയില്ല, സമാധാനക്കേട്. പക്ഷെ ഞാൻ ഉറച്ചു നിന്നു. ഇഷ്ടമില്ലാത്ത ഭക്ഷണം ഒരു നേരം ഞാൻ കഴിക്കില്ല. എന്നോട് ജീവിതകാലം മുഴുവൻ ഇഷ്ടമില്ലാത്ത ജോലിയും കോഴ്സും ചെയ്യണമെന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യുമോ? ഞാൻ ചെയ്തില്ല. എനിക്കറിയായിരുന്നു ഒരടി ഞാൻ വിട്ട് കഴിഞ്ഞാൽ സമ്മതിക്കില്ല, എന്നെ എഞ്ചിനീയറിങ്ങിന് കൊണ്ട് വിടുകയും ചെയ്യും, ഞാൻ അവിടെ നരകിച്ചെൻ്റെ ജീവിതം നശിക്കും. നെവർ. മത്സരിച്ചു. അപ്പനോടും അമ്മയോടും ഒരു രക്ഷയില്ല. ഞാൻ കോളേജിൽ നിന്ന് 3 ആഴ്ച വീട്ടിലൊന്നും വന്നില്ല. വന്നാലല്ലേ നിർബന്ധം കൂടുകയുള്ളൂ. എന്നാലും അവിടെ തന്നെ നിന്നു. അവസാനം എന്നതേലും ആവട്ടെ, ഇത് കഴിഞ്ഞ് MBAക്ക് വിടാമെന്നവർ തീരുമാനിച്ചു. അവിടെയും ഒരു വഴിയുണ്ടല്ലോ. അത് കഴിഞ്ഞ് അപ്പോൾ ഇത് കേൾക്കുമ്പോൾ തോന്നാം, ഈ അപ്പനും അമ്മയ്ക്കും ഇതിലൊരു റോളില്ലേ? ഇല്ല. അതായത് നമ്മളെ വളർത്തി ഇത്രയും ആക്കിയ അപ്പനും അമ്മയും, അവർ നമ്മളോട് ഒരാഗ്രഹം, അവർ പറയണ ഒരു കോഴ്സ് എടുത്ത് പഠിക്കാൻ പറഞ്ഞാൽ അതങ്ങനുസരിച്ച് എന്നാ കുഴപ്പം? അല്ലെങ്കിൽ നമ്മളത് പറ്റില്ല എന്ന് പറയുമ്പോൾ, ഇത്രയും മാസം ചുമന്ന് പ്രസവിച്ച് ഇത്രയും കൊല്ലം വളർത്തിയിട്ട് ഇതാണോ നീ തിരിച്ചു തന്നെയെന്ന് ചോദിക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ മോനെ വെച്ച് അതിനൊരു ഉത്തരം പറയും. എനിക്ക് 14 വയസ്സുള്ള മോനുണ്ട്. എൻ്റെ സന്തോഷത്തിന്, എനിക്ക് സ്നേഹിക്കാൻ, എനിക്ക് കണ്ടാസ്വദിക്കാൻ, അതിനു വേണ്ടി ഞാനും എൻ്റെ ഭർത്താവും കൂടി ജന്മം കൊടുത്ത കുട്ടിയാണ് എൻ്റെ. ആ ചെറുക്കനൊന്നും പറഞ്ഞില്ല, മമ്മ ഐ വോണ്ട് ടു ബി ബോൺ ആസ് യുവർ സൺ, പ്ലീസ് കൺസീവ് മീ എന്ന് അവൻ പറഞ്ഞിട്ടില്ല. അപ്പോൾ എൻ്റെ ഉത്തരവാദിത്തമാണ് ലീഗൽ ഏജ് വരെ ഇവനെ നോക്കുക എന്നുള്ളത്. അതിൽ എനിക്ക് അവൻ്റെ മേൽ ഒരവകാശവും ഇല്ല. ഞാനൊരു സ്ട്രോങ് കാത്തലിക്കായിട്ട് വളർന്നത് കൊണ്ട് അച്ഛന്മാരുടെ മുന്നിൽ ഇങ്ങനെ പറയുമ്പോൾ എനിക്ക് ബുദ്ധിമുട്ട് വരുന്നുണ്ടെങ്കിലും, അപ്പോൾ ഒരിക്കൽ കൂടി എൻ്റെ മകൻ്റെ മേൽ എനിക്കൊരവകാശവും ഇല്ല. അപ്പം ഞാൻ പ്രസവിച്ചത് എനിക്ക് വേണ്ടിയിട്ടാണ്, എൻ്റെ ഇഷ്ടത്തിന്, എൻ്റെ സന്തോഷത്തിന് എന്ന് വെച്ച് അവൻ്റെ വഴി ഞാൻ തീരുമാനിക്കണം എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിലെ ഏറ്റവും വലിയ അനീതിയാണ്. എന്തായാലും ഞാൻ എതിർത്തു, എൻ്റെ കോഴ്സിന് പോയി, ഇഷ്ടമുള്ള ജോലിക്ക് കയറി. ഇതിനേക്കാളും വലിയ ഒഴുക്കിനെതിരെ, ഇൻഫാക്റ്റ് വെള്ളച്ചാട്ടത്തിലോട്ട് മുകളിലോട്ട് നീന്തേണ്ട വന്നൊരവസ്ഥയാണ് എൻ്റെ റേഡിയോ TV ജോലി. പുറത്തുനിന്ന് നോക്കിക്കഴിയുമ്പോൾ സോ ഗുഡ്, ഡൂയിങ് സോ വെൽ. പക്ഷേ ഞാൻ റേഡിയോയിൽ കയറിയ സമയത്ത്, ഭാഗ്യത്തിന് ആ സമയത്ത് എൻ്റെ നാട് കോതമംഗലം കോഴിപ്പള്ളി ഒരു വില്ലേജ് പോലെയാണ്, റേഡിയോ ഒന്നും കാര്യമായിട്ടില്ല, വലിയ പ്രശ്നം ഉണ്ടായില്ല. എന്നാലും
ഡോക്ടർ, എഞ്ചിനീയർ, CA, ലോയർ പോലെയൊന്നും അല്ലാത്ത ജോലിയിൽ ഞാൻ പോയത് കൊണ്ട് തന്നെ എൻ്റെ അമ്മ അപ്പനെ ഫുൾ ചോദിക്കുന്നവരോട് പറയായിരുന്നു, അവൾ ജെബിൻ്റെ കൂടെ, എൻ്റെ ഹസ്ബൻഡ് ബിസിനസ്സാണ്. റേഡിയോ ഒന്നും അവർ മിണ്ടിയിട്ടില്ല. പക്ഷേ എത്ര കാലം ഒളിച്ചു വെക്കാൻ പറ്റും? കപ്പ TV വന്നു. അതോടുകൂടി ഷോ ഭയങ്കര ഹിറ്റായി. അതിനൊരു കാരണം കൂടിയുണ്ട്. ഈ കപ്പ TV ലവ് ബൈറ്റ്സ്, റൊമാൻറ്റിക് ഷോ, ലേറ്റ് നൈറ്റ് ഷോ. നിങ്ങളൊന്ന് ആലോചിച്ച്, ഞാനൊരു ചുരിദാറും സാരിയും എടുത്ത് അവിടെ ഇരുന്നിട്ട് അൺകണ്ടീഷണൽ ലവിനെ കുറിച്ചും നമ്മുടെ റിലേഷൻഷിപ്പിൻ്റെ യാഥാർത്ഥ്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നത് എന്ത് ബോറായിരിക്കും. ഞാൻ ഡ്രസ്സസാണ് ഇട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ മുട്ടിന് മുകളിലുള്ള ഉടുപ്പുകൾ ഇട്ട് കസേരയിലിരുന്ന സ്ക്രീൻഷോട്ടുകൾ സ്ഥിരമായി എൻ്റെ അമ്മയ്ക്ക് അയക്കുകയും എൻ്റെ അമ്മ എന്നോട് മിണ്ടാണ്ടാവുകയും ചെയ്ത കാലങ്ങൾ അപ്പൻ TV കാണൽ കംപ്ലീറ്റ് നിർത്തി. അപ്പോൾ ഇതൊന്നും എക്സാജറേഷൻ അല്ലേ, എൻ്റെ ജീവിതത്തിൻ്റെ സത്യങ്ങൾ ഹേ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് അമ്മ പലതരത്തിൽ എന്നോട് ഉടുപ്പിന് നീളം കൂട്ടാൻ പറഞ്ഞു, ഷോ മാറാൻ പറഞ്ഞു, ജോലി മാറാൻ പറഞ്ഞു. ഒന്നും വയ്യാണ്ട് വന്നപ്പോൾ എൻ്റെ ഭർത്താവിൻ്റെ അടുത്ത് വന്നിട്ട്, ഇപ്പം നിയന്ത്രിച്ചില്ലേ പിന്നെ കിട്ടത്തില്ല കേട്ടോ, പോക്കാന്ന് പറഞ്ഞു. കരഞ്ഞ് തളർന്നുറങ്ങി ഒരുപാട് ദിവസങ്ങൾ. ദേ വർ സോ അഷെയിംഡ് ഓഫ് മീ. ഇതിൻ്റെ എല്ലാം ഇടയിൽ എന്നെ പിടിച്ചു നിർത്തിയ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. ഈ കരച്ചിലും ബഹളവും ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. ദൈവദൂതനെ പോലെ എൻ്റെ ഭർത്താവ് ഒരിക്കൽ എന്നോട് ചോദിച്ചു, താൻ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ ഒരു തെരുവ് പട്ടി അവിടെ നിന്ന് കുരയ്ക്കുക, ഓക്കെ, താൻ ആ പട്ടിയെ നന്നാക്കാൻ നോക്കൂ? ഇല്ല. താൻ ആ പട്ടിയോട് പറയുമോ മര്യാദയ്ക്ക് സംസാരിക്കുക കുരയ്ക്ക് പട്ടിയെന്ന്? ഇല്ല. അപ്പം പിന്നെ താനെന്തിനാണ് ഈ ആൾക്കാർ പറയണത് നോക്കണേ? അബ്ദുൽ കലാമോ എലോൺ മസ്കോ മദർ തെരേസയോ പറഞ്ഞാൽ പിന്നെയുണ്ട്. ഈ പറയണ ഏതെങ്കിലും ഒരുത്തൻ തനിക്ക് ചെലവിന് തരുമോ? നെഹി. ഏതെങ്കിലും ഒരുത്തൻ തനിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഇല്ല. ഇവനൊക്കെ ആര്? ഞാൻ ആലോചിച്ച്, സത്യം ഇവനൊക്കെ ആര്? പിന്നെ പുറത്തിറങ്ങുമ്പോൾ ഞാൻ സൊസൈറ്റി ഒരു XYZ ആണെന്ന് പറയുകയും ഇതെല്ലാം തെരുവ് പട്ടികളാണെന്ന് കാണുകയും ചെയ്തതിന് ശേഷം എൻ്റെ ജീവിതം വളരെ സന്തോഷത്തിലേക്ക് നീങ്ങി. അതുകൊണ്ട് എല്ലാവരോടും എനിക്ക് പറയാനുള്ള ഒരേ ഒരു കാര്യം, ചെലവിന് തരാത്തവന്മാർ ഉപദേശിക്കാൻ വരണ്ട. 1. 2, മൈ ലൈഫ് മൈ ചോയ്സ്. എനിക്കിഷ്ടമുള്ളത് ഞാൻ ചെയ്യുക, ഞാൻ ജീവിക്കുക. സത്യം പറയാലോ, ഇഷ്ടമില്ലാത്ത ഭക്ഷണം കഴിച്ച് ജീവിതകാലം മുഴുവൻ ജീവിക്കാൻ മേലാത്ത പോലെയാണ് ഇഷ്ടമില്ലാത്ത ചോയ്സ് എടുത്ത് ജീവിതകാലം മുഴുവൻ ജീവിക്കേണ്ടി വരിക. വളരെ ഹാപ്പി ആയിട്ടുള്ള, കണ്ടൻ്റ് ആയിട്ടുള്ള, സമാധാനമായിട്ട് ഉറങ്ങുന്ന എന്നിൽ നിന്നും എനിക്ക് പറയാനുള്ള ഇത് തന്നെയാണ്. നിങ്ങളുടെ റൂളുകൾ നിങ്ങൾ തീരുമാനിക്കുക, സ്റ്റബേണായിട്ട് അതിൽ ഉറച്ചു നിൽക്കുക, ആ വഴി തന്നെ മുന്നോട്ട് പോവുക. എല്ലാം ശുഭം എന്ന് വിശ്വസിക്കുക, പോസിറ്റീവായിരിക്കുക. ഇതിനെല്ലാം ഉപരി ഒരു തരത്തിൽ കാര്യങ്ങൾ നടക്കുന്നില്ലെങ്കിൽ ഒരു കാര്യം, എന്നെ ലീഡ് ചെയ്തൊരു കാര്യം, ഡു ഇറ്റ് ഫോർ ദി ഹേറ്റേഴ്സ്. അവളെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞവരുടെ മുന്നിൽ, ദൈവമേ ഞാൻ തളർന്നു പോയിട്ടുണ്ടെങ്കിൽ അവളുമാരൊക്കെ ചിരിക്കുമല്ലോ എന്ന് ഓർത്തിട്ടാണ് ഞാൻ പല ദിവസവും എഴുന്നേറ്റുകൊണ്ടിരുന്നത്. സോ നമ്മളെ ഏറ്റവും ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യുന്ന ഹേറ്റേഴ്സിന്റെ മുന്നിൽ അറ്റ്ലീസ്റ്റ് ഷോ ദം എണീറ്റ് നിൽക്കണം, ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം. താങ്ക് യു എവ്രിവൺ.